ഇത്രയും മാർക്കറ്റ് ഹൈ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഗോൾഡ് ETF മേടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മേടിക്കുന്നതിൽ ഒരല്പം റിസ്ക് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഗോൾഡ് ETF മേടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രീമിയം, അതായത് അതിൻ്റെ വാല്യൂവും പ്രീമിയവും ഇപ്പോൾ നമ്മളൊരു 3 to 5% അല്ലെങ്കിൽ 10% അടുത്ത് പ്രീമിയം കൂടുതലാണ് നിലവിൽ. അത്തരത്തിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ ഗോൾഡിൻ്റെ വില ഒരല്പം കുറയുമ്പോൾ പോലും ഈ പ്രീമിയം ഈ ഒറിജിനൽ വാല്യൂയിലേക്ക് വരുന്നൊരു പ്രതിഭാസം കാണും. അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കാനുള്ളൊരു ധൈര്യം വേണം. അതായത് ഇപ്പോൾ 10% ലോസ്, നമ്മൾ മേടിച്ചൊരു അസറ്റിന് 10% ലോസ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഇപ്പോൾ മേടിക്കാവുള്ളൂ. ചാടിച്ചെന്ന് ഗോൾഡ് മേടിക്കരുത്. ഗോൾഡ് ഒരു അല്പം പ്രൈസ് കറക്ഷൻ ഉണ്ടായി. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപക്ഷെ $3,800-$3,900 വരെ ഗോൾഡ് വരാം. പക്ഷേ അത് എപ്പോൾ വരും എന്നുള്ളത് കാര്യത്തിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇപ്പോൾ, അതായത് ചൈന ആയിട്ടുള്ള US-ൻ്റെ ട്രേഡ് വാർ, ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് വാർ, യുദ്ധങ്ങൾ, ഇപ്പോൾ നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വില അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരു കറക്ഷനിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കറക്ഷനിൽ മേടിക്കുക എന്നാണ് നല്ലത്. ഇത് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പലരും കറക്ഷൻ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് ഇത് ഗോൾഡ് തിരിച്ച് കയറിപ്പോകുന്നൊരവസ്ഥയാണ് വരുന്നുണ്ട്. ഇത്തരം അവസ്ഥകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് മേടിക്കുക. ഇപ്പോൾ നമ്മളൊരു 1,00,000 രൂപയുടെ ഗോൾഡ് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപയുടെയോ അല്ലെങ്കിൽ 15,000 രൂപയുടെ മേടിക്കുക. വീണ്ടും താഴെ വരുന്ന സമയത്ത് അങ്ങനെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ആരോഗ്യകരം എന്നാണ് തോന്നുന്നത്.